വേനൽക്കാലം ശക്തമായതോടെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് ഇടുക്കിയുടെ മലയോര മേഖലകളിൽ. കഴിഞ്ഞ 3 മാസമായി കുടിവെള്ളം കിട്ടാക്കനിയാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ വാളാടി എസ്റ്റേറ്റിൽ. കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തോട്ടം തൊഴിലാളികൾ കാലിക്കുടങ്ങളുമായി ഫാക്ടറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. തോട്ടം മാനേജ്മെന്റ് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഒരു കുടുംബത്തിന് ലഭിക്കുക 1-2 കുടം വെള്ളം മാത്രമാണ്. അത് പ്രാഥമിക ആവശ്യത്തിന് പോലും തികയില്ലെന്നാണ് തോട്ടം തൊഴിലാളികൾ പറയുന്നത്. സന്ദീപ് രാജാക്കാടിന്റെ റിപ്പോർട്ട്. തോട്ടം തൊഴിലാളികൾ നിരവധിയായിട്ടുള്ള വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ വേനൽക്കാലം സജീവമായതോടുകൂടി തന്നെ ഈ വാളാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾക്ക് കുടിവെള്ളമില്ലാത്ത അവസ്ഥ. ലാസ്റ്റ് അവർ പണി മുടക്കി പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നം? தண்ணியே கிடைக்க மாட்டேங்குது. 3 மாதம் ஆகி தண்ணி கிடச்சி எங்களுக்கு. வேலைக்கு போயிட்டு வந்து தண்ணி தான் ചമക്കും. ഇപ്പം കുടിവെള്ളം എവിടുന്നാ കൊണ്ടുവരിക? കുടിവെള്ളം പഞ്ചായത്തിൽ നിന്ന് വെള്ളം വരുന്നു. അത് ആഴ്ചയിൽ 2 ദിവസമേ വരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം വരുന്നത്. പിന്നെ കുടിവെള്ളം ടാങ്കറിൽ നിന്ന് കൊണ്ട് ടാങ്കിൽ കൊണ്ട് ഒഴിക്കുക. അതുകൊണ്ട് 2 കുടം വെച്ച് എണ്ണ എടുക്കാനാ, ഒന്നും കിട്ടാനാ. ഞങ്ങൾ പിള്ളേരെ വെച്ചിട്ട് ഞങ്ങൾ ഇരിക്കുക. ഈ തൊഴിലാളികൾ ഈ പ്രശ്നം പറഞ്ഞപ്പോഴാണോ നമ്മൾ ഈ പ്രതിഷേധവുമായിട്ട് ഇറങ്ങാൻ തീരുമാനം? തൊഴിലാളികൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഒത്തിരി കാലമായി, കുറേ നാളുകളുണ്ടാണ് ഈ സമരം. ആദ്യ ഈ പ്രതിസന്ധി 1 വർഷത്തിന് മുമ്പുണ്ടായതാണ്. അന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അയ്യപ്പൻ ഉൾപ്പെടെ ഫണ്ട് വെച്ച് അത്യാവശ്യ സൗകര്യങ്ങൾ ചെയ്താണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ആ ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായ ആരും ഉത്തരവാദിത്വ നിലപാട് സ്വീകരിക്കാതെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 മാസമായിട്ട് തീർത്തും തൊഴിലാളികൾക്കുള്ള ഇവിടെ ടാങ്കർ വണ്ടി കൊണ്ട് 2-3 കുടം വെള്ളം കൊടുക്കും. അത് ആഴ്ച 3 ദിവസം ഉപയോഗിക്കണം. ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും നിത്യചര്യകൾക്കുള്ള ആൾക്കാർക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. മാനേജ്മെൻറ്റ് അതിനൊന്നും നിലപാട് സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ ഇതിപ്പോൾ ഒരു സൂചനാ സമരമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പെരുമാറ്റി വരുന്നുണ്ട്. ഞങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തെ കണ്ട് നിവേദനം കൊടുക്കുന്നുണ്ട്. നിയമസഭയിൽ ഉന്നയിക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ലേബർ മിനിസ്റ്റർ ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിൽ തന്നെ ഞങ്ങളുടെ ഒരു 4-ൽ കൂടുതൽ പരാതി ഇതുമായി ബന്ധപ്പെട്ട് മാത്രമുണ്ട്. മാനേജ്മെൻറ്റ് അതിന് നടപടി സ്വീകരിക്കുക. ലേബർ ഓഫീസർ വിളിച്ചാൽ ചർച്ചയ്ക്ക് പോകത്തില്ല, ഇല്ലെങ്കിൽ വരുന്ന ലേബർ ഓഫീസർ ഇവിടെ കാണത്തില്ല. ലേബർ ഓഫീസർ പോയേക്കുവാണ്. ഇവിടെ ആരും പീരുമേട്ടിൽ ലേബർ ഓഫീസർമാർ നിൽക്കുന്നില്ല. ഏതായാലും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാനേജ്മെൻറ്റ് തികഞ്ഞ അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാതിരിക്കുക, കുടിവെള്ളമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ കുടിവെള്ളം കിട്ടുന്നത് വരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഈ തോട്ടം തൊഴിലാളികളുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്. ഇൻ റിപ്പോർട്ടർ ഇടുക്കി.